ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഫ്രാക്ഷനാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. നമ്മൾ 6th പഠിച്ചിട്ടുള്ള സെയിം ചാപ്റ്ററിനെ 2 ചാപ്റ്ററിലാക്കിയിട്ട് നമുക്ക് ഈ വർഷം ചുരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ 6th പഠിച്ചിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്കറിയാം ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ പാർട്ടിൻ്റെ ഒരു പാർട്ടാണെന്നല്ല. നമ്മൾ അൽഫാമിൻ്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അൽഫാമിൻ്റെ കാര്യം എങ്ങനെയാണ് മക്കൾസേ, ഒരു ചിക്കനെ നമ്മൾ 4 പീസാക്കിയതിൽ ഒരു പീസാണെങ്കിൽ ക്വാർട്ടർ എന്ന് പറഞ്ഞു, 2 പീസ് 4 പീസാക്കിയതിൽ 2 പീസാണെങ്കിൽ നമ്മൾ ഹാഫ് എന്ന് പറഞ്ഞു. അതുപോലെ 3 പീസാക്കിയതിൽ 4 പീസാക്കിയത് 3 പീസ് പറഞ്ഞാൽ ക്വാർട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ മക്കൾസേ. ഓക്കെ, നമുക്കറിയാം ഫ്രാക്ഷന് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട് അല്ലേ. ന്യൂമറേറ്റർ എപ്പോഴും എവിടെ ഉണ്ടാവുക മക്കൾസേ, മുകളിലാണ് ന്യൂമറേറ്റർ ഉണ്ടാകുക. വെച്ചിട്ട് മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മുകളിലാണ് നമ്മുടെ ന്യൂമറേറ്റർ ഉണ്ടാവുക, അടിയിലാണ് ഡിനോമിനേറ്റർ ഉണ്ടാവുക. ഓക്കെ, ന്യൂമറേറ്റർ എന്ന് മക്കൾസ് പല മക്കളും നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂമറേറ്റർ അല്ല, ന്യൂമറേറ്റർ. സ്പെല്ലിങ് ശ്രദ്ധിക്കണേ. ന്യൂമറേറ്റർ ആണ്, അടിയിലുള്ള ആളാണ് ഡിനോമിനേറ്റർ. അടിയിൽ ഡിനോമിനേറ്റർ അല്ലേ. താഴെ അടിയിൽ എന്ന് പറയുമ്പോൾ ഡീനോണ്ടൊരു മാച്ച് ഇല്ലേ. അപ്പോൾ അടിയിൽ ഡിനോമിനേറ്ററും മുകളിൽ ന്യൂമറേറ്ററും ആണ് അല്ലേ. മക്കൾസിന് കാര്യം ക്ലിയർ അല്ലേ. അതുപോലെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു, എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ചിക്കൻ എടുത്തിട്ട് 4 പീസാക്കിയതിൽ ഒരു പീസ് ക്വാർട്ടർ, 4 പീസാക്കിയതിൽ 2 പീസ് ഹാഫ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ 2/4 എന്ന് പറയുന്നത് 2ഉം 4ഉം സെയിം മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ളതുകൊണ്ട്, 2ൻ്റെ ടേബിളിലുള്ളതുകൊണ്ട് രണ്ടിനെയും നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1/2 എന്ന് കിട്ടും. ഓക്കെ, ഈ 2/4ഉം 1/2ഉം ഈക്വലാണ്, സെയിം ആണ്. അവിടെ വാല്യൂ സെയിം ആണ്. നമുക്ക് ഈ പിക്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. കാണുന്നില്ലേ മക്കൾസേ, 1/2 = 2/4 കാണുന്നില്ലേ. ആ ഒരു റൗണ്ടിനെ, ആ ഒരു സർക്കിളിനെ നമ്മൾ എത്ര തവണ ഡിവൈഡ് ചെയ്താലും ആ ഒരു ഈക്വലായിട്ട് വരുന്നത് കണ്ടില്ലേ മക്കൾസേ. അപ്പോൾ ആ ഒരു ഈക്വലാക്കിയിട്ട് കിട്ടുന്നത്, അതായത് ഏറ്റവും സിമ്പിളസ്റ്റ് ഫോമാണ് എന്ത്, അതിൻ്റെ ഫ്രാക്ഷനായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, പിന്നെ 3 ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോപ്പർ, ഇംപ്രോപ്പർ, മിക്സ്ഡ് ഫ്രാക്ഷൻ. അത് ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് മിസ് ഒരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിസ്സിൻ്റെ മക്കൾക്ക് ഓർമ്മയില്ലേ? എന്താണ് പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മുകളിൽ ചെറിയ കുട്ടി മുകളിൽ കയറി ഇരുന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പ്രോപ്പറായിട്ട് ഇരിക്കാൻ പറ്റുക. അപ്പോൾ അതിനെ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുകളിൽ വലിയ കുട്ടി ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അല്ലേ. മുകളിൽ വലിയ കുട്ടി ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെ നമ്മൾ ഇവിടെ 8/5 ആണെങ്കിൽ മക്കൾസെ, ഇവിടെ 8 ന്യൂമറേറ്ററിൽ വലിയ സംഖ്യയും ഡിനോമിനേറ്ററിൽ ചെറിയ സംഖ്യയാണ്. അപ്പോൾ നമ്മുടെ ഒരു വണ്ടിയിലൊക്കെ പോകുമ്പോൾ വലിയ കുട്ടികൾ കയറി നമ്മളെ മടിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഇരിക്കാൻ പറ്റുമല്ലോ. നമ്മൾ അമ്മമാർ കയറിയിട്ട് മടിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ ചമ്മന്തിയായി പോവില്ല. അപ്പോൾ നമ്മൾ അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും. പിന്നെ നമ്മുടെ മിക്സ്ഡ് ഫ്രാക്ഷൻ, അതായത് ഒരു ഫ്രാക്ഷൻ്റെ പാർട്ടും അതുപോലെ തന്നെ ഒരു നമ്പർ പാർട്ടും ഉള്ള ഒരാളാണ് മിക്സ്ഡ് ഫ്രാക്ഷൻ അല്ലേ. ഇവിടെ പ്രത്യേകത മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴും ശ്രദ്ധിക്കണം. ഇതിന് നടുവിലുള്ള സൈൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, പ്ലസ്സാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നടുവിലുള്ള സൈന് 1+1/2 ആണ്. 1.5 നമുക്കറിയില്ലേ, 1 kg ഷുഗറിൻ്റെ കൂടെ 1/2 kg കൂടിയൊക്കെ കൂടിയാലല്ലേ നമുക്ക് 1.5 kg ആകുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഫ്രാക്ഷൻ്റെ ആഡിങ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്.